മലബാറിൽ ഒരു കാലത്ത് ധാരാളമായി കണ്ടുവരുന്ന ഒരു മരമായിരുന്നു ഈന്തുകൾ. ഈ ഈന്ത് വിത്തുകൾക്ക് വിദേശത്തൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ ഈ ഈന്തുകൾ ഉണങ്ങി വരുന്നൊരു പ്രതിഭാസം മലബാറിലെ പ്രത്യേകിച്ച് കോഴിക്കോട്ട് ഉൾഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് ഒരു അധ്യാപകൻ. നമുക്ക് അധ്യാപകനെ പരിചയപ്പെടാം. എന്താണ് ഈന്തുകൾ ഉണങ്ങാതിരിക്കാനുള്ള പരിഹാരമെന്നുകൂടി നമുക്ക് നോക്കാം. കണ്ണൂരിലും കോഴിക്കോട്ടും ഗ്രാമീണ മേഖലകളിൽ സുലഭമായിരുന്നു ഈന്തുമരങ്ങൾ. സാഗോപ്പാം എന്ന പേരിലാണ് ഈന്ത് അറിയപ്പെടുന്നത്. ഔഷധമൂല്യമുള്ള ഈന്തിന് വിദേശത്ത് വലിയ വിപണി മൂല്യമുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഈന്തുമരങ്ങൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾഡാണ്. ശൽക്കകീടങ്ങളുടെ ആക്രമണത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഈന്തുകൾക്ക് പുനർജീവൻ നൽകുകയാണ് ദിലീപ് മാഷും കുട്ടികളും. കാറ്റുവഴി വ്യാപിക്കുന്ന കീടങ്ങളെ മരത്തിൽ തന്നെ കത്തിച്ചു കളയുകയാണ് ചെയ്യേണ്ടത്. ഇലകൾ മുഴുവൻ കരിച്ചു കളയണം. ഈന്തോലപ്പട്ടുകൾ കത്തിക്കുന്നത് പക്ഷേ മരങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങൾ കുറേ മെത്തേഡുകൾ നോക്കി, പക്ഷേ ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കത്തിക്കുന്നത് വഴി ഇതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ ആരോഗ്യത്തിന് ഉണ്ടാവില്ല, മറിച്ച് ഈ കീടങ്ങൾ നശിക്കും. ഫോറസ്റ്റ് ഫയറിൽ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ ചെടികൾ പോയാലും ഈന്തുകൾ അതിജീവിക്കാൻ പറ്റും. ശരിക്കും ജുറാസിക് കാലഘട്ടം മുതൽ ഒരുപാട് കാലത്തെ അതിജീവനത്തിലൂടെ ഇവിടെ വരെ എത്തിയ ഈ ഈന്താണ് ശൽക്ക കീടങ്ങളുടെ ആക്രമണം മൂലം നശിച്ചത്. അതും അത്രയും ന്യൂട്രിറ്റീവായിട്ടുള്ള മെഡിസിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഒരു സസ്യത്തിനെ സംരക്ഷിക്കാൻ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ്. ഇലകൾ കത്തിച്ച ശേഷം സോപ്പിൻ മിശ്രിതം ഈന്തുമരത്തിൽ നല്ല ശക്തിയിൽ തളിക്കണം. അതിനുശേഷം വേപ്പെണ്ണ തളിച്ച് കാറ്റുവഴിയുള്ള കീടങ്ങളുടെ വ്യാപനം തടയണം. ഒരേ സമയം ഒരു പ്രദേശം കീടമുക്തമായാൽ ഈന്തുകളുടെ സംരക്ഷണം എളുപ്പമാകും. ഇത് മെയിനായിട്ട് ആദ്യം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഒരു ഈന്ത് എന്ന് പറഞ്ഞ സാധനം വെറും ഡെക്കറേഷൻ അങ്ങനെ നമ്മളെ സംബന്ധിച്ചുള്ള അറിവിൽ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് മനസ്സിലായത് പഴയ കാലങ്ങളിലെ ആൾക്കാർക്ക് ഇതായിട്ടുള്ള ബന്ധവും ആ ഒരു അറ്റാച്ച്മെൻറ്റും ഭയങ്കര. ഇത് ഇപ്പോൾ ഫുൾ ഉണങ്ങിയതിന് ശേഷം പിന്നെയും തളിർത്ത ഇല വരുമ്പോൾ ആൾക്കാർക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും എന്നുള്ളത്. പക്ഷെ അത് വെറുതെയാണ്. അതിൻ്റെ ഒരു ഈ എൻ്റെ റാച്ചിസ് പാർട്ട് എന്ന് പറയും, ആ ഒരു പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ഇൻഫെക്റ്റഡ് ആയിട്ട് ഉണ്ടാവും. ധാരാളം കീടനാശിനികൾ ഉപയോഗിച്ച് ഫലം കാണാതെ വന്നതോടെ ഈന്ത് സംരക്ഷണം ഉപേക്ഷിച്ച കർഷകർക്ക് ദിലീപ് മാഷിന്റെ പദ്ധതി ഏറെ സഹായകമായി. കാട്ടുതീയിൽ കരിഞ്ഞുപോയാലും തളിർക്കുന്ന ഈന്ത് രഹസ്യമാണ് കീടവ്യാപനം തടയാൻ ദിലീപ് മാഷ് ഉപയോഗിച്ചത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് ഈ പരിസ്ഥിതി ദിനത്തിൽ വലിയ മാതൃകയാണ് ദിലീപ് മാഷിന്റെ ഈന്ത് സംരക്ഷണ പദ്ധതി. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ കോഴിക്കോട്.